കൊടി നഷ്ടപ്പെട്ട കഥ. കഴിഞ്ഞ ആഴ്ച ക്ലീനിംഗ് കോൺടെസ്റ്റിൽ സൂസി ഗ്രൂപ്പ് ജയിച്ചിട്ട് ആ കൊടി വാങ്ങിച്ചു. ഈ ആഴ്ച നിങ്ങൾ എല്ലാരും കൂടിയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും തയ്യാറാണോ സ്റ്റുഡൻസ്? എന്താ പറയുന്നത്? ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിച്ചു നോക്കാം. അതെ, ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ക്ലാസ് റൂം ക്ലീൻ ചെയ്യാം. ഇപ്പോഴാ നിങ്ങൾ നല്ല കുട്ടികളായത്. ഇന്ന് പ്രിൻസിപ്പള് ഇൻസ്പെക്ഷന് വരുന്നുണ്ട്. നിങ്ങൾ ക്ലാസ് റൂം ക്ലീൻ ചെയ്ത് വെക്കണം. പ്രിൻസിപ്പൽ കണ്ട വളരെ സന്തോഷിക്കും. സ്വപ്നം കണ്ട ക്ലാസ് റൂം വൃത്തികേടായിരിക്കുമ്പോ ഒക്കെ നമ്മളെ വൃത്തിയാക്കുന്നത്. ഇത് നമ്മുടെ ജോലിയെന്ന് എന്താ നീ മനസ്സിലാക്കാത്ത? ക്ലാസ് റൂം വൃത്തികേടായിരുന്ന എങ്ങനെയാ മത്സരത്തിൽ വിജയിക്കാം? എന്തിനാ വിഷമിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളല്ലേ ജയിച്ചത്. നമുക്ക് ക്ലീൻ ചെയ്യാം. എടാ വിവരം കിട്ടവനെ, കഴിഞ്ഞ തവണ സൂസിയുടെ ടീമാ ജയിച്ചത്. എനിക്ക് ബ്ലാക്ക് ബോർഡ് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. ഈ ക്ലാസ് റൂം എങ്ങനെയാണാവോ ക്ലീൻ ചെയ്യാ? പ്രിൻസിപ്പളുടെ ഇൻസ്പെക്ഷൻസ് ആരില്ലെന്ന് വെക്കാം. പക്ഷെ സൂസി നമ്മളെ കളിയാക്കി കൊല്ലും. അതെ അതെ, അത് കറക്റ്റാ. പിന്നെ സൂസിയും അവരുടെ ഫ്രണ്ട്സും നമ്മളെ കണ്ട് പരിഹസിക്കും. എനിക്കൊരു ഐഡിയ തോന്നുന്നു. അതെ, സ്ട്രോബെറി ഐസ്ക്രീം എനിക്ക് ഇഷ്ടാ. ഈ ഒരു സഹായം മാത്രം മതി. കൂട്ടുകാരെ, ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നത് വളരെ എളുപ്പമാ. അതിന് എന്റെ സഹായം ഒന്നും ആവശ്യമില്ല. ഹേയ്, നീ ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ ഐസ്ക്രീം കഴിച്ചു. ഹെൽപ്പ് ചോദിക്കുന്നത് മുമ്പേ തന്നു, ഞാൻ കഴിച്ചു. ഈ മത്സരം ഭയങ്കര കഷ്ടാ. എന്നാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബ്രാൻഡോ? ആ, ലീന പറഞ്ഞാ ശരി. ഇതിനൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇതിന് പ്രൈസും തരും. ഇതിനു മുൻപ് സൂസി ആയിരുന്നു ക്ലാസ് റൂം വൃത്തിയാക്കിയിരുന്നത്. പക്ഷെ അവര് ശരിക്കും വൃത്തിയാക്കിയിട്ടേ ഇല്ല. ഇൻസ്പെക്ഷൻ വന്ന പ്രിൻസിപ്പൽ സൂസിയെ നന്നായി വൃത്തിയാക്കിയെന്ന് പറഞ്ഞു. അതാ വിഷമം. ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ തന്നെ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോവാത്രേ. ഇനി എന്താ ചെയ്യാ? മായക്കണ്ണ, നീയാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. എന്നെ വിശ്വസിച്ച് വന്നതല്ലേ, ഞാൻ നിങ്ങളെ കളിപ്പിക്കില്ല. ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ തന്നെ ജയിക്കുക. വെരി ഗുഡ്. നീ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് അറിയാം. ക്ലാസ് റൂം എങ്ങനെ ഉണ്ടാവുമെന്ന് പറ. തറ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങണം. ബ്ലാക്ക് ബോർഡും കറുത്തിരിക്കണം. ജനലിന്റെ കണ്ണാടിയൊക്കെ വത്സരമാരി ഉണ്ടായിരിക്കണം. ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ച് ഞങ്ങൾക്ക് കോടി കിട്ടണം. നിങ്ങൾ എനിക്ക് 2 ഐസ്ക്രീമേ തന്നിട്ടുള്ളൂ. 4 ഐസ്ക്രീം തിന്നാലല്ലേ എനിക്ക് അതിനുള്ള ശക്തി കിട്ടും. അയ്യേ, ഇവിടെ മുഴുവൻ ചവറാണല്ലോ. ശരി, ഞാൻ വൃത്തിയാക്കി തരാം. ആ കുത്തി കുത്താന വരും കുത്തി മായക്കണ്ണാൽ ഒരു മാജിക് കാണിക്കാം. ക്ലാസ് റൂം ഇപ്പൊ കാണാൻ പണ്ടത്തെക്കാളും നന്നായിട്ടുണ്ട് മായക്കണ്ണ. സത്യത്തിൽ നമ്മുടെ ക്ലാസ് റൂം ബെസ്റ്റ് അല്ലേ കണ്ണ? ശരി, വാചകയുടെ കഥ ഇൻസ്പെക്ഷന് മിസ്സിനെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വാവ്, തറയൊക്കെ കണ്ണാടി പോലെയുണ്ട്. പ്രിൻസിപ്പൽ ഇത് കണ്ടാ വളരെ അതിശയിക്കും. തീർച്ചയായും ക്ലീനിംഗ് കോൺടെസ്റ്റിൽ നിങ്ങൾക്കായിരിക്കും കോടി കിട്ടാൻ പോകുന്നത്. മിസ് പറഞ്ഞത് കേട്ടില്ലേ? ഇപ്രാവശ്യം നമുക്ക് സമ്മാനം. ഓക്കെ കുട്ടികളെ, ഞാൻ പോയി പ്രിൻസിപ്പലിനെ കൂട്ടിക്കൊണ്ടുവരാം. ഹേയ്, ഇവിടെ വന്ന് നോക്ക്. ഈ ക്ലാസ് റൂമാണ് ഏറ്റവും ക്ലീൻ ആയിരിക്കുന്നത്. പണിയില്ല, പോടാ. ഹേയ്, നിന്റെ ക്ലാസ്സിനെക്കാട്ടും എന്റെ ക്ലാസ് ആണ് വളരെ ഭംഗി. മാജിക് പവർ പോയി. സാർ, ആദ്യം മറ്റേ ക്ലാസ് ഒക്കെ പോയി നോക്കാം സാർ. ആവശ്യമില്ല സാർ, ഞാൻ പറയുന്നു നിങ്ങൾ മറ്റുള്ള റൂംസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടാണ് വൃത്തിയായിട്ടുള്ളത്. ശരി, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇതുപോലത്തെ ക്ലാസ് റൂം സാറ് കണ്ടിട്ടേ ഉണ്ടാവില്ല. അത്രത്തോളം
ഇത് ക്ലാസ് റൂമാണോ അതോ മീൻ ചന്തയാണോ? ഇതുപോലൊരു ക്ലാസ് റൂം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. എന്ത് പറ്റി? കുറച്ചു നേരം മുമ്പ് ക്ലാസ് റൂം വൃത്തിയായിരുന്നതല്ലേ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇതിനൊക്കെ കാരണം ആരാ? നീയാണോ ജെറി? സത്യം സമ്മതിക്കും. ഞാനൊന്നും ചെയ്തിട്ടില്ല മിസ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ദേഷ്യ വരുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറ. കൊടി എന്റെ ക്ലാസ് റൂമിന് കിട്ടുമെന്ന് നോക്കിയപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കയാ. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഇപ്പൊ തന്നെ ഇത് ക്ലീൻ ചെയ്യണം. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാ. നിങ്ങൾ കാരണം ആ കൊടി പോയത്.